കേരളത്തിൽ ബി.ജെ.പി. നയിക്കാൻ ഒരു പുതിയ മുഖം എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ അധികാരമേൽക്കുന്നു. ഇതിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രാജീവ് ചന്ദ്രശേഖർ താരതമ്യേന പുതിയ മുഖമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ക്ലാസ് എന്ന നിലയിലല്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു കടന്നുവരവ്. അദ്ദേഹം ഗുജറാത്തിൽ ജനിച്ച് കർണാടകത്തിൽ ജീവിച്ച് വലിയൊരു ബിസിനസ് എംപയറിൻ്റെ തലപ്പത്തെത്തിയ കേരള ബന്ധമുള്ള മലയാളി റൂട്ട്സുള്ള തൃശ്ശൂർക്കാരനായ ഒരാൾ. അദ്ദേഹത്തെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ 2-3 ഉദ്ദേശങ്ങൾ അതിൻ്റെ പിന്നിൽ കാണാം. ഒന്ന്, കേരളത്തിലെ ബി.ജെ.പി. സമവാക്യങ്ങളിൽ എപ്പോഴും ഗ്രൂപ്പുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. കെ സുരേന്ദ്രനും വി മുരളീധരനും കൃഷ്ണദാസും എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളുമായി അറ്റാച്ച്ഡായി നിൽക്കുന്ന ആളുകളാണ്. രണ്ടിലധികം ഗ്രൂപ്പുകൾ കേരളത്തിൽ സജീവമായിട്ടുണ്ട്. പലപ്പോഴും അത് ബി.ജെ.പിയുടെ വിജയ സാധ്യതയെ ദോഷകരമായി ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് മുൻപ് ഈ ഗ്രൂപ്പിലൊക്കെ അതീതനായ കുമ്മനം രാജശേഖരനെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അദ്ദേഹത്തിനും പൂർണ്ണമായി ആ ഗ്രൂപ്പ് സംസ്കാരത്തെ മറികടക്കാനായിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് ഗ്രൂപ്പുകൾക്കും ശരാശര സമവാക്യങ്ങൾക്കും പൊളിറ്റിക്കൽ ക്ലാസിനും ഒക്കെ അതീതനായ ഒരു വ്യവസായ മുഖമുള്ള ഒരാളെ കൊണ്ടുവരുമ്പോൾ ദ ജനറേഷൻ നെക്സ്റ്റ്, ദ ജെൻ സി, അവരിലേക്കാണ് ബി.ജെ.പി. ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നാളിതുവരെ കടന്നു കയറാനാവാത്ത ഇടങ്ങളിലേക്ക് കടന്നു കയറിയെങ്കിൽ മാത്രമേ നാളിതുവരെ ഉണ്ടാക്കിയ ഒരു ത്രഷ് ഹോൾഡ് പവർ സ്റ്റേറ്റസിനെ യഥാർത്ഥ പവറായി കൺവേർട്ട് ചെയ്യാനാവൂ. കേരളത്തിലെ നിയമസഭാ സെഗ്മെൻറ്റുകളിൽ 19 എണ്ണത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനത്തോ അല്ല എങ്കിൽ 2-ാം സ്ഥാനത്തോ ആണ്. അതിനെ നിയമസഭാ സീറ്റുകളായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ക്ലാസ്സിന് അതീതമായ ഒരു മുഖം വേണമെന്ന ഒരു വ്യാപകമായ ചിന്ത. അതുകൊണ്ട് കൃത്യമായി പറയാം, ഇത് ഹൈക്കമാൻഡിൻ്റെ അല്ലെങ്കിൽ മോദിയുടെയും അമിത്ഷായുടെയും കാൻഡിഡേറ്റായി വരികയാണ്. അദ്ദേഹത്തെ കോർ കമ്മിറ്റിയിൽ നിർദ്ദേശം ചെയ്യുകയും കോർ കമ്മിറ്റി ഒരൊറ്റ പേരിലേക്ക് വരികയും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും അടുത്ത ദിവസം അദ്ദേഹത്തെ ഔപചാരികമായി ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്ന ഔപചാരികത മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്നാലും ശോഭാ സുരേന്ദ്രൻ ജനങ്ങളിലേക്ക് വലിയൊരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രൻ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വീകരണമുണ്ട്. അപ്പോൾ എത്രയായാലും ഈ ഒരു ബി.ജെ.പി. സ്ഥാനത്തുള്ളവർ തന്നെ ശോഭയെ കൂടുതൽ ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഒരു കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞുള്ള IT മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും കുറച്ചുകൂടെ നമുക്ക് മുന്നേറാനും ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടും ഒക്കെ നമുക്ക് മുന്നേറാൻ സാധിക്കുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശോഭാ സുരേന്ദ്രനുള്ള അത്രയൊരു സ്വീകരണം രാജീവ് ചന്ദ്രശേഖറിന് കിട്ടും. ശോഭാ സുരേന്ദ്രൻ എല്ലാ പ്രതിസന്ധികളോടും പടവെട്ടിയാണ് ശോഭ മത്സരിച്ച ഇടങ്ങളിലെല്ലാം, അത് പാലക്കാട് നിയമസഭാ സെഗ്മെൻ്റ് ആയിക്കൊള്ളട്ടെ, ആറ്റിങ്ങൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആലപ്പുഴ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ തിരഞ്ഞെടുപ്പിൽ യാതൊരു സാധ്യതയും ബി.ജെ.പിക്ക് കൽപ്പിക്കാത്ത ഇടങ്ങളിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു നേതാവ് എന്ന നിലയിൽ, ജനങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് സജീവമായി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ ചില കേന്ദ്രങ്ങളിലെങ്കിലും അസ്വാരസ്യങ്ങളുണ്ട് എന്നതാണ്. കെ സുരേന്ദ്രനെതിരെയും വി മുരളീധരനെതിരെയും ഒക്കെ തന്നെ ഉണ്ട്. അതിനെല്ലാം അതീതനായ ഒരു സൗമ്യമായ മുഖം, അപ്പോൾ വികസന നായകൻ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടാവുന്ന ഒരു മുഖം. അതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിലെ ബി.ജെ.പി. ഒരു വലിയ പരീക്ഷണശാലയിലാണ്. അതായത് തമിഴ്നാട്ടിൽ ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിന്നല്ല അണ്ണാമലൈ എന്ന സംസ്ഥാന അധ്യക്ഷൻ കടന്നു വരുന്നത്. അതുകൊണ്ട് ദക്ഷിണ ഭാരതത്തിൽ ഒരു ബാലികേറാമലയായി കരുതുന്ന തമിഴ്നാട്ടിലും കേരളത്തിലും പുതിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നറുക്ക് വീഴുന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം അങ്ങനെയാണ് അതിനെ ഒരു, അതേസമയം ശോഭാ സുരേന്ദ്രൻ തീർച്ചയായും മുന്നണി പോരാളിയായി പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവർ ക്രൗഡ് പുള്ളറാണ് യഥാർത്ഥത്തിൽ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ഒട്ടും തുച്ഛീകരിച്ച് കാണാനാവില്ല. കേവലം 30-40 ദിവസം കൊണ്ട് അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരത്ത് പറന്നിറങ്ങി ബാംഗ്ലൂരിൽ നിന്നും വന്ന് ശശി തരൂരിനെതിരെ ഉഗ്രമായ പോരാട്ടം കാഴ്ചവെച്ച് തുച്ഛമായ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. വലിയൊരു പണക്കുഴപ്പുള്ള ഒരു പ്രചരണ രീതി, അല്ല എങ്കിൽ വലിയ PR വർക്കിൻ്റെ ആചാര്യൻ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിടുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ അടിത്തറ കാത്തു സൂക്ഷിച്ച ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, ബി.ജെ.പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ വലിയ
ഒരു പ്രതീക്ഷയാണ് കൈവയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ത്രഷോൾഡ് ലെവൽ നിൽക്കുകയാണ്. ഒരു 35, 36, 37 സീറ്റുകൾ അത് കടന്ന് 50ലേക്കും 55ലേക്കും പോകണം എങ്കിൽ, തിരുവനന്തപുരത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കണമെങ്കിൽ അതിന് ഐഡിയലി പൊസിഷൻ ഒരാൾ ഉണ്ടാവണം. അതായിരിക്കണം ടെസ്റ്റ് ഡോസ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന സെമി ഫൈനൽ, അതാണ് ഇനി വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ ക്വാർട്ടർ ഫൈനലാണ് വരാനുള്ളത്. അത് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണ്. അതിനുവേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്ന, ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ സജ്ജമാക്കുന്ന ചുമതലയാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. വി.ഡി. സതീശൻ്റെ ഒരു ഇപ്പോഴത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ തന്നെ നമ്മൾ സംസാരിക്കുന്നതിന് കുറച്ച് മുമ്പാണ് സമ്മേളനം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വി.ഡി. സതീശൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഐഡിയോളജിയുമായിട്ട്, അതായത് BJPയുടെ ഐഡിയോളജിയുമായിട്ട് ചേർത്ത് വെക്കാൻ ഒരു ചുരുക്കരൂപം ഇങ്ങനെയാണ് പുള്ളി പറയുന്നത്: ഞങ്ങളൊരു എതിരാളിയായിട്ടേ കാണുന്നില്ല. കാരണം സംഘപരിവാറിൻ്റെ ഒരു ബാക്കിൽ നിന്നല്ല രാജീവ് ചന്ദ്രശേഖർ വന്നത്, ഒരു പുതുമുഖം തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് വി.ഡി. സതീശൻ പറയാൻ അത്തരത്തിൽ ഞങ്ങൾക്കൊരു എതിരാളിയല്ല. കാരണം BJPയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പോരാടുന്നത് പോലെ പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു എതിരാളിയായിട്ട് രാജീവിനെ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾക്ക് വ്യക്തിപരമായി ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് യാതൊന്നുമില്ല, ആശയപരമായി മാത്രമേ വിരോധമുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസിലെ ശശി തരൂരിന് സമാനനായ BJPയിലെ ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് കോൺഗ്രസിൻ്റെ പിന്നെ സംസ്ഥാനത്തെ സമ്പന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് അതേ പറയാനാവൂ. യഥാർത്ഥത്തിൽ ഒരു BJPക്ക് ഒരു സംഘടനാ സംവിധാനമുണ്ട്, RSSൻ്റെ ശക്തമായ പിൻബലവുമുണ്ട്. ഈ RSS ബാക്ക്ഗ്രൗണ്ടിൽ കൂടി അല്ല ഈ രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നത് എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ RSSൻ്റെ അനുഗ്രഹാശിസുകളോടെ കേന്ദ്ര നേതൃത്വം ഹാൻഡ് പിക്ക് ചെയ്ത സ്ഥാനാർത്ഥി എന്ന നിലയിൽ സംസ്ഥാനത്ത് വിഘടിച്ച് നിൽക്കുന്ന പല ആളുകൾക്കും രാജീവ് ചന്ദ്രശേഖരനെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കർശനമായ നടപടികളിലേക്ക് കേന്ദ്ര നേതൃത്വത്തിന് നീങ്ങണമെങ്കിൽ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത ഒരാളെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ എന്ന ചിന്തയുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി, ഫങ്ഷനിങ് ശൈലി യഥാർത്ഥത്തിൽ മുൻപ് ഉള്ള നേതാക്കളുടെ ഒരു ശൈലി ആകണം എന്നില്ല. കുറച്ചുകൂടെ ഒരു കോർപ്പറേറ്റ് ശൈലിയിലേക്ക് അദ്ദേഹം മാറിയാൽ അത്ഭുതപ്പെടാനില്ല. കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചപ്പോഴും എനിക്ക് അവിടെ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. രാഷ്ട്രീയ കളികൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ചതുരംഗ കളിയാണ്. ഈ ഒരു രാഷ്ട്രീയ കളികൾ രാജീവ് ചന്ദ്രശേഖരന് എത്രമാത്രം അറിവുള്ളതാണ്? 2006 മുതൽ അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. 3 ടേം അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടായിരുന്നു BJPയുടെ. അത് ബാംഗ്ലൂരിൽ നിന്നാണ്, കർണാടകത്തിൽ നിന്നാണ്. അതിനുശേഷം രാഷ്ട്രീയ കളി എന്നതൊരു രാഷ്ട്രീയത്തെ ഒരു കളിയായി കാണുന്നിടത്താണ് കുഴപ്പം. കേരളം മാറി ചിന്തിക്കുകയാണ്. ഒരു ടിപ്പിക്കൽ ഒരു പൊളിറ്റിക്കൽ ഗെയിം എന്ന നിലയിൽ കാണാതെ ഇപ്പോൾ തരൂരിനൊക്കെ കിട്ടിയ സ്വീകാര്യത, തിരുവനന്തപുരത്ത് തരൂരിന് കിട്ടിയ സ്വീകാര്യത, അതേ സ്വീകാര്യതയുടെ ഒരു അംശം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചത്. ഏതാണ്ട് അതേ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ അതേ ഒരു ജെൻസിൽ വരുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ടാണ് ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻസിനെ വേണ്ട എന്നൊരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ BJPക്ക് ഒരു മാറിയ ചിന്ത, വ്യത്യസ്തതയുള്ളൊരു പാർട്ടി. അല്ല എങ്കിൽ എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് വാണ്ടിങ് എ ഡെവലപ്മെൻറ്റൽ ഡിബേറ്റ് ടു കം ടു കേരള. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡിബേറ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു, പാർട്ടി കോൺഗ്രസിലേക്ക് നീങ്ങുന്നു. ഒരു വ്യക്തമായ നയവ്യതിയാനം പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ M.V. ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ആ പാർട്ടി മുന്നോട്ട് വെക്കുമ്പോൾ വികസന ഡിബേറ്റിന് ഉരുളക്കുപ്പേരി പോലെ കോൺഗ്രസിനും CPM-നും മറുപടി കൊടുക്കാൻ ഇതാ ഞങ്ങൾക്ക് ഒരു വികസന നായകൻ എന്ന ഒരു പരിപ്രേക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ട്. അത് മാത്രമല്ല, ഈ മെട്രോമാൻ ശ്രീധരനെ അവതരിപ്പിച്ച പാർട്ടിയും CPM തന്നെയാണ്. ഒന്നും വേണ്ട, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലത്താണെന്ന് നോക്കണം. മുസ്ലിം ഫെയ്സാണ്, തീർച്ചയായും പ്രഥമ പൗരനാകാൻ എല്ലാ യോഗ്യതയുമുള്ള സമുന്നതനായ ശാസ്ത്രജ്ഞൻ. അപ്പം വേറിട്ട ചിന്തകൾ കൊണ്ടുവരുന്നു. അതിലൂടെ ദക്ഷിണേന്ത്യയിലേക്ക് ഒരു ഇടം, ഒരു ലെഗ് സ്പേസ് അല്ലെങ്കിൽ ഷോൾഡർ സ്പേസ് ദക്ഷിണ ഭാരതത്തിൽ ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് BJPയുടെ ശാസ്ത്രം. ഈ കോൺഗ്രസിനെ തരൂരി ഇറക്കിയ ഒരു ബുദ്ധി തന്നെയല്ലേ BJP രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ്. BJP യഥാർത്ഥത്തിൽ തരൂർ കോൺഗ്രസ്സിന് ചിലപ്പോഴെങ്കിലും ഒരു ബാധ്യതയാണ്, ചരിത്രപരമായി ആയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ BJPക്ക് ഒരു ബാധ്യത ആയിട്ടില്ല. ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിലാണ് രണ്ടുപേരും രാഷ്ട്രീയത്തിലേക്ക് വന്നത്. 2004 തരൂർ വരുന്നു, 2006 രാജീവ് ചന്ദ്രശേഖർ വരുന്നു.
അപ്പോൾ അടുത്തടുത്ത സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് പൊതുരംഗത്തേക്ക് വന്ന 2 പേർ, ഒരുപാട് സമാനതകൾ ഉണ്ട്. ഒന്ന് വിശ്വപൗരനാണ്, ഒന്ന് ടെക്നോക്രാറ്റാണ്. ഒരുപാട് സമാനതകളുണ്ട്. അതുകൊണ്ട് എന്താണ് വ്യത്യസ്തതയുള്ള മുഖങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനിയും കാത്തിരിക്കാം. മറ്റു പാർട്ടികളും ഇതേ പാത പിന്തുടരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.